നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അതീവ രുചികരമായ ഒരു ബീഫ് ബിരിയാണി തയ്യാറാക്കാം. അടുപ്പ് കത്തിച്ച് ബിരിയാണി പാത്രം ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. നെയ്യ് തിളച്ചു വരട്ടെ. 3 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവാള ബിരിയാണിയിൽ ടോപ്പിംഗ് ആയി ചേർക്കുന്നതിനായി വറുത്തെടുക്കാനുള്ളതാണ്. തീ മീഡിയം ഫ്ലെയിമിൽ മതി. സവാള നന്നായി വിടർത്തി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും കനം കുറച്ച് അരിഞ്ഞെടുക്കുകയും വേണം. സവാള നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ ബിരിയാണിക്ക് വേണ്ടി 4 ഗ്ലാസ് അരിയും 1 കിലോ ബീഫുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബസ്മതി റൈസാണ് ഉപയോഗിക്കുന്നത്. സവാള ക്ഷമയോടെ നന്നായി മുരിച്ചെടുക്കണം. കുറച്ച് സമയം വേണ്ടി വരും. നിങ്ങളിത് എന്തായാലും തയ്യാറാക്കി നോക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് ഏറ്റവും രുചികരമായി എല്ലാവർക്കും വിളമ്പാൻ സാധിക്കും. സവാളയുടെ നിറം മാറി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഏകദേശം ഒരിച്ചിലാകുമ്പോഴാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയുടെ കളർ ഇപ്പോൾ ഒരുവിധം മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ഇനി ഇതിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സവാള വറുക്കുമ്പോൾ എപ്പോഴും തീ ശ്രദ്ധിക്കണം. ആവശ്യത്തിന് മാത്രമേ തീ ഉണ്ടാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിയും. സവാളയുടെ കളറൊക്കെ മാറി മുരിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നന്നായി കഴുകി വെച്ച ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മുന്തിരി ചേർക്കാം. ഇനി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ സവാളയും ഒരുപോലെ തന്നെ മുരിഞ്ഞു വരും. തീ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമാണെങ്കിൽ സിമ്മിലേക്ക് മാറ്റി കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ നന്നായി ഇളക്കി കൊടുക്കുകയും വേണം. വാങ്ങുന്ന ഉണക്കമുന്തിരി എപ്പോഴും കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ. ഏതെങ്കിലും കെമിക്കൽ അതിൽ ഉണ്ടായിരിക്കാം. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് മുന്തിരി ഇട്ടുവച്ചാൽ മതിയാവും. ഇപ്പോൾ കണ്ടോ, നിറമെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. നെയ്യിൽ വറുത്തുവരുന്ന മുന്തിരിയുടെയും സവാളയുടെയും നല്ല മണം ഇപ്പോൾ വരുന്നുണ്ട്. ഞാനിതിൽ കശുവണ്ടിപ്പരിപ്പ് ചേർക്കുന്നില്ല. ബീഫ് ആയതിനാൽ കൊഴുപ്പിൻ്റെ അംശം അതിൽ കൂടുതലാണ്. കൊഴുപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് കൂടി ചേർക്കേണ്ടതില്ല എന്ന് വെച്ചു. നോക്കൂ, ഇപ്പോൾ ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ സവാളയും കൃത്യമായ മുരിച്ചിൽ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എന്നിവ ചതച്ച് ചേർക്കാം. ബിരിയാണി അരി വേവിക്കുന്ന പ്രോസസ്സാണ് ഇത്. ഗോൾഡൻ കളർ ആകുന്നതുവരെ നമുക്ക് ഇത് വറുക്കണം. ഇതിലേക്ക് ഇനി 1 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർക്കുക. പച്ചമുളക് ഇതിൽ കൂടുതൽ ചേർക്കേണ്ടതില്ല. പച്ചമുളക് ചതച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്ന് മുരിഞ്ഞു വരട്ടെ. സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തോളൂ. ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കണം. പെരുംജീരകം അതുപോലെ തന്നെ സാജീരകം എന്നിവയാണ് ബിരിയാണിക്ക് തനതായ രുചി നൽകുന്നത്. ഇതിലേക്ക് 4-5 ഗ്രാമ്പൂ ചേർക്കുക. ഇനി 1 ടീസ്പൂൺ നല്ല ജീരകം ചേർക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുക. സാജീരകം ഒന്ന് കഴുകി വയ്ക്കേണ്ടതുണ്ട്. 1 കഷ്ണം ജാതിപത്രി ചേർത്ത് കൊടുക്കണം. അതും ഞാൻ കഴുകിയാണ് ഉപയോഗിക്കുന്നത്. കഴുകി വെച്ചിട്ടുള്ള സാജീരകം 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി ഇപ്പോൾ നല്ല മണമാണ് വരുന്നത്. അതോടൊപ്പം തക്കോലം 1 എണ്ണം ഇതളായി വേർതിരിച്ച് ഇടുക. ഇനി ഏലക്ക തൊലി കളഞ്ഞ് ഇട്ട് കൊടുക്കണം. 5 ഏലക്ക ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഏലക്ക എപ്പോഴും തൊലി കളഞ്ഞു തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. തൊലിപ്പുറത്ത് കെമിക്കലുകൾ ഏറെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി എല്ലാം കൂടി ഇളക്കി നന്നായി മുരിച്ചെടുക്കുക. ഇപ്പോൾ ഈ കൂട്ട് നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു വഴന ഇല, അതായത് ബേ ലീഫ് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഒന്ന് മുരിഞ്ഞു വന്നാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് വെന്തു വരുമ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നന്നായി തിളച്ചു വരണം. തിളച്ച് വന്നതിന് ശേഷം മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയാകും. എപ്പോഴും കല്ലുപ്പ് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. 4 ഗ്ലാസ് അരിക്ക് ഏകദേശം 1.5 ടീസ്പൂൺ കല്ലുപ്പ് മതിയാകും. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. ഈ കുരുമുളക് എൻ്റെ കുറ്റിക്കുരുമുളക് ചെടികളിൽ നിന്നും വിളവെടുത്ത കുരുമുളക് ഉണക്കി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ചു വന്നു. ഇപ്പോൾ ഉപ്പ് ചേർക്കണം. 1.5 ടീസ്പൂൺ കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് വെള്ളത്തിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഒന്ന് രുചിച്ച് നോക്കണം. കുറച്ച് കൂടുതൽ രുചി നിൽക്കുന്ന വിധത്തിൽ ഉപ്പ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ബിരിയാണി ചോറിൽ ഉപ്പ് കൃത്യമായി ഉണ്ടാകൂ. ഉപ്പ് വെള്ളത്തിൽ നന്നായി അലിഞ്ഞു ചേർന്നതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കണം. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരുന്നോളൂ. ഉപ്പ് നമുക്ക് ഒന്നുകൂടി രുചിച്ച് നോക്കാം. ഇവിടെ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അരി ചേർക്കാം. അരി ഞാൻ പാത്രത്തിൽ നന്നായി കഴുകി വെച്ചിട്ടുള്ളതാണ്. എങ്കിലും അതിൽ കുറച്ച് വെള്ളം ഊറി നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും കൈകൊണ്ട് ഊറ്റിയെടുത്താണ് ഞാൻ അരിയിടുന്നത്. അരി ഇനി തിളച്ച് വെള്ളം വറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബീഫ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ടുള്ള ബീഫിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 പച്ചമുളക് 3ആയി പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ബീഫിൽ ഇളക്കി ചേർക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി പൊടിവർഗ്ഗങ്ങൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി ഇതിൻ്റെ ഇരട്ടി ചേർക്കണം. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മസാല ഇറച്ചിയിൽ നന്നായി യോജിച്ചോളും. ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കണം. ഇതുകൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി വെള്ളം വറ്റി വന്നിട്ടുണ്ടാവും. കൃത്യമായി മസാലയൊക്കെ പിടിച്ച് ബീഫ് ഇരിക്കുന്നുണ്ട്. ബിരിയാണി അരി കുറേശ്ശെ ചൂടായി വരുന്നുണ്ട്. ഇത് നമുക്ക് ഒന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം. ഇനി തിളച്ച് വെള്ളം വറ്റി വെന്തു വരട്ടെ.
ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി ഒരു 1/4 വേവ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തോളൂ. ബിരിയാണിയുടെ നല്ല മണം ഇപ്പോൾ വരുന്നുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ബീഫ് വേവിച്ചെടുക്കണം. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിലേക്ക് 1/4 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കണം. 8 വിസിൽ വന്നതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. കുക്കറിലെ പ്രഷർ ഇതുപോലെ കളഞ്ഞതിന് ശേഷം മാത്രമേ തുറക്കാവൂ. ബീഫും ഏകദേശം വേവ് ആയിട്ടുണ്ട്. കുക്കർ തുറന്നപ്പോൾ എന്ത് നല്ല മണമാണ് വരുന്നതെന്നറിയാമോ? ഈ കാണുന്ന ഗ്രേവിയിൽ ബീഫും ബിരിയാണിയും വെന്തു വന്നോളൂ. നമുക്ക് ഇനി ബിരിയാണി അരി ഇതിൽ ലെയറായി ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് ബീഫ് ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക. ഉപ്പ് പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിലും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. ഇനി ബിരിയാണി അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയർ ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുകളിലേക്ക് വറുത്തു വച്ചിട്ടുള്ള സവാളയും മുന്തിരിയും നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി സവാളക്കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത ലെയർ അരി ഇട്ട് കൊടുക്കണം. ഇതിനു മുകളിൽ സവാളക്കൂട്ട് ഇടാം. ഇതുപോലെ മുഴുവൻ ചോറും അറേഞ്ച് ചെയ്യുക. മല്ലിത്തൈ ചെറുതായി ഇതിനോടൊപ്പം അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ പുതിനയും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. കടയിൽ നിന്നും വാങ്ങുന്ന ഇവയിൽ കുറേയധികം വിഷാംശം ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവ ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ വീട്ടിൽ തന്നെ ഇവ വളർത്തിയെടുക്കുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ചോറെല്ലാം കുക്കറിൽ നിറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിനു മുകളിൽ ബാക്കിയുള്ള സവാളയും മുന്തിരിയും പരത്തി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഒരു 10 മിനിറ്റ് നേരം വെയിറ്റ് ഇടാതെ തീ സിമ്മിൽ ആക്കി ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഹായ്, എന്താ ഒരു മണം! അരിയെല്ലാം കൃത്യമായി വെന്തിട്ടുണ്ട്. അടിയിലെ ബീഫും കൃത്യമായിരിക്കും. നമുക്ക് ഇത് പാത്രത്തിലേക്ക് വിളമ്പി നോക്കാം. അതീവ രുചികരമായ യമ്മിയായ കൃത്യമായ വേവുള്ള ബിരിയാണി ഇതാ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്നേക്കൂ. വീണ്ടും കാണാം. താങ്ക് യു.